നമസ്കാരം. ഒരിക്കൽ പ്രൊഫസർ പി സി ദേവസ്യ സാറിൻ്റെ മകൻ ശ്രീ പി ഡി ജോസ് പിതാവിനോട് ചോദിച്ചു, ജീവിതത്തിൽ വിജയിച്ചവർ ആരാണ്? അതിന് പിതാവിൻ്റെ മറുപടി, കവിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ജീവിതത്തിൽ ആർക്കും തങ്ങൾ വിജയിച്ചുവെന്ന് പറയാനാവില്ല. കാരണം ആരും ഈ ലോകത്ത് പരിപൂർണർ അല്ലല്ലോ എന്ന്. പക്ഷേ ജീവിതം ഒരു പരിപൂർണതയിലേക്കുള്ള പ്രയാണമാവണമെന്നും അദ്ദേഹം മകനെ ഓർമ്മിപ്പിക്കുകയുണ്ടായത്രേ. നമുക്ക് ഈ വിഷയത്തിൽ ദേവസ്യ സാറിനോട് അല്പം വിയോജിക്കാം എന്ന് തോന്നുന്നു. കാരണം ഈശോയുടെ സമഗ്രമായ ചരിത്രം ഇതം പ്രഥമമായി സംസ്കൃത ഭാഷയിൽ വായിക്കുന്ന ഇവരുടെയും മുക്തകണ്ഠമായ പ്രശംസ പിടിച്ചു പറ്റുമാറ് ഒരു മഹാകാവ്യമായി എഴുതിയ ദേവസ്യ സാറിൻ്റെ ജീവിതം വിജയമല്ലെങ്കിൽ, പരിപൂർണമല്ലെങ്കിൽ പിന്നെ ആരുടെ ജീവിതമാണ് നമുക്ക് വിജയമെന്നും പരിപൂർണമെന്നും പറയാനാവുക? അപ്പോൾ നമുക്കിങ്ങനെ എടുക്കാം, അദ്ദേഹം ഒരു സാമാന്യവൽക്കരണം നടത്തിയെന്ന്. എല്ലാ സാമാന്യവൽക്കരണത്തിനും നമുക്കറിയാമല്ലോ ഒരു അപവാദമുണ്ട്. അപ്പോൾ ദേവസ്യ സാറ് ഒരു അപവാദമാണ്, ഒരു ഓണറബിൾ എക്സെപ്ഷൻ എന്ന് നമുക്ക് പറയാം ഇംഗ്ലീഷിൽ. ഒരു ആദരണീയ അപവാദമാണ്. പരിപൂർണനായ ദേവസ്യ സാറിൻ്റെ ജീവിത വിജയത്തിലേക്ക് നയിച്ച ഒരു ഉത്കൃഷ്ടമായ സംസ്കൃത മഹാകാവ്യമാണ് ക്രിസ്തു ഭാഗവതമാണ് നാം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിന് ഒരു സവിശേഷത കൂടിയുണ്ട് കേട്ടോ. ഇത് നമ്മൾ 25ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഗുഡ്നസ് ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഭർഗോ ദേവസ്യ ധീമഹി എന്ന് പേരിട്ട് വിളിക്കുന്ന ക്രിസ്തു ഭാഗവത ചർച്ചയുടെ രജത ജൂബിലി എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെയും പോലെ ഇന്നും നമുക്കൊപ്പം സണ്ണിയച്ചനുണ്ട്. പി സി ദേവസ്യ സാറിൻ്റെ നേരിട്ടുള്ള ശിഷ്യനും സുഹൃത്തും കാഞ്ഞിരപ്പള്ളി രൂപതാംഗവും എൻ്റെ മാന്യ സുഹൃത്തുമായ സണ്ണി കുരുവിള മണിയാക്കുപാറ എന്ന സണ്ണിയച്ചനെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കിന്നൊരു പുതുമുഖമുണ്ട് കേട്ടോ. കൊരട്ടിയിലെ മാർ അഗസ്റ്റിൻ മെമ്മോറിയൽ ഹൈസ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിയായ അതുല്യ രാജേഷ് നമ്മുടെ ക്രിസ്തു ഭാഗവതത്തിലെ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ ഗാനാത്മകമായി പാടിത്തരാൻ ഇവിടെ എത്തിയ അതുല്യയെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അച്ഛാ, ഇന്നത്തെ എപ്പിസോഡിന് ഒട്ടേറെ സവിശേഷതകളുണ്ടല്ലോ. 25ാമത്തെ എപ്പിസോഡാണ്. ഞാനൊരു സംഭവ കഥ പറയാം. ലൂക്കാസിലെ ഈ പിതാവെ കഴിയുമെങ്കിൽ എന്നിൽ നിന്ന് ഈ പാനപാത്രം അകറ്റിത്തരയണമേ എന്ന ഒരു വാചകമുണ്ടല്ലോ. അതിന് ആസ്പദമായ ഒരു ശ്ലോകം നമുക്കറിയാം ക്രിസ്തു ഭാഗവതത്തിലുണ്ട്. അത് തുടക്കത്തിൽ ദേവസ്യ സാറ് ഈശോയുടെ ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് താഴെ അത് നൽകുന്നുണ്ടല്ലോ. ഇതി ശക്തിമിതം എന്നാരംഭിക്കുന്ന ഒരു ശ്ലോകം വളരെ പ്രസക്തമായ ഒരു ശ്ലോകം കൂടിയാണത്. ആ ശ്ലോകം ചർച്ച ചെയ്ത എപ്പിസോഡ് സംപ്രേഷണം ചെയ്ത ദിവസം വൈകിട്ട് ഏതാണ്ടൊരു 9:30-10 മണിക്ക് ഒരു വൈദികൻ എന്നെ വിളിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ താത എന്ന പദം വളരെ അന്വർത്ഥമാണ് എന്ന്. നമ്മൾ ആ പദത്തെക്കുറിച്ച് അന്ന് സംസാരിച്ചിരുന്നു. അച്ഛന് ഓർമ്മയുണ്ടാകുമല്ലോ, പ്രേക്ഷകർക്കും ഓർമ്മയുണ്ടാകും. അതായത് പിതാവേ എന്നാണ് മലയാളത്തിൽ, ഫാദർ എന്നാണ് ഇംഗ്ലീഷിൽ. പക്ഷേ സംസ്കൃതത്തിൽ ദേവസ്യ സാറ് മനഃപൂർവ്വം താത എന്ന പദമാണ് നിവേശിപ്പിച്ചത്. ആ പദത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. അത് പിതാവ് മകനെയും മകൻ പിതാവിനെയും ഒരുപോലെ സംബോധന ചെയ്യുന്ന പദമാണ്. അത്രയും അത്യഗാധവും അത് അത്രയും ഇൻറ്റിമേറ്റും ദൃഢബദ്ധവുമായ ഒരു പദമാണല്ലോ. അപ്പോൾ ആ പദം, അതിനെക്കുറിച്ച് സംസാരിച്ചതിന് ആ വൈദികൻ കുറേ നല്ല വാക്കുകൾ പറഞ്ഞു. അത്രയും അനുവർത്ഥമായ പദമാണ്. ദേവസ്യ സാറ് അത് കണ്ടറിഞ്ഞാണ് ആ പദം ആ കാവ്യത്തിൽ പ്രയോഗിച്ചത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. ആ വൈദികൻ ആരെന്നോ, ഏതാണ്ടൊരു കൊല്ലം മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു സംരംഭത്തിൻ്റെ ആശയവുമായി ആരെ പോയി കണ്ടുവോ, ഏതൊരു വൈദികൻ ഈ ക്രിസ്തു ഭാഗവതത്തെക്കുറിച്ച് അല്പമാത്രമായി കേട്ടപ്പോൾ തന്നെ അതിൻ്റെ ഗരിമ മനസ്സിലാക്കുകയും ഇത് പുറം ലോകം അറിയണം എന്ന് ഒരു തീരുമാനം എടുക്കുകയും ഈ സംരംഭം ഇത് പ്രാവർത്തികമാക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. നമ്മൾ ഇന്ന് ഈ ക്രിസ്തു ഭാഗവതം എന്ന ഈ മഹാകാവ്യത്തെ അധികരിച്ച് ഒരു നിരൂപണ പരിപാടി നമ്മളിവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ ഒരു ചാലകശക്തി ആരോ, അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഗുഡ്നസ് ടി വിയിലെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ റെവറൻഡ് ഡോക്ടർ അലക്സ് ചാലങ്ങാടിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ അദ്ദേഹം ഭാഗഭാക്കാകാനായി സന്മനസ് കാണിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പേരിൽ നമുക്ക് റെവറൻഡ് ഡോക്ടർ അലക്സ് ചാലങ്ങാടി അവരുടെ ഹാർദമായി എപ്പിസോഡിലേക്ക് ക്ഷണിക്കാമല്ലോ. നമസ്കാരം. അച്ഛാ, ഇത് നമ്മുടെ പരിപാടിയുടെ 25ാമത്തെ എപ്പിസോഡാണ്.
അപ്പോൾ ക്രിസ്തുഭാഗവത ചർച്ച എന്ന പേരിൽ ഭർഗോദേവസ്യ ധീമഹി എന്നാണ് നമ്മളതിന് പേരിട്ടിരിക്കുന്നത്. ക്രിസ്തുഭാഗവതം എന്ന കൃതിയുടെ ഒരു നിരൂപണ പരിപാടിയാണ്. 25ാമത്തെ എപ്പിസോഡിൽ കടന്നിരിക്കുകയാണ്. ഈ വേളയിൽ അച്ഛൻ്റെ സാന്നിധ്യം വളരെ വളരെ സന്തോഷകരവും അഭിമാനപ്രദവുമാണ്. അച്ഛന് ഈ പരിപാടിയെക്കുറിച്ച് എന്തെങ്കിലും പറയണേ? ആദ്യമേ തന്നെ ഈ പ്രോഗ്രാം നയിക്കുന്ന ഡോക്ടർ നീലകണ്ഠനും സണ്ണി അച്ഛനും അതുല്യയ്ക്കും എൻ്റെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു പ്രോഗ്രാം ക്രിസ്തു ഭാഗവത ചർച്ച നടത്തണമെന്ന് എന്നെ സമീപിച്ചപ്പോൾ ഡോക്ടർ നീലകണ്ഠൻ വളരെയധികം താല്പര്യത്തോടു കൂടിയാണ് വന്നത്. പക്ഷേ പലപ്പോഴും പലരും പല പ്രോഗ്രാമുകളും വളരെ താല്പര്യത്തോടുകൂടെ വരികയും എന്നാൽ പിന്നീട് ആ താല്പര്യം അസ്തമിക്കുകയും ചെയ്യുന്ന ഒരു പതിവാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ നീലകണ്ഠൻ്റെ ആ താല്പര്യം എത്രമാത്രമാണ് എന്നുള്ള ഒരു അന്വേഷണം പല പ്രാവശ്യമായി നടത്തി. ഒരു ഗവേഷണ വിദ്യാർത്ഥിയുടെ ജിജ്ഞാസയോടുകൂടിയാണ് അദ്ദേഹം ഈ പ്രോഗ്രാമിനെ സമീപിച്ചതും പിന്നീട് ഈ പ്രോഗ്രാമിനെ നയിച്ചതും. ഇതിൻ്റെ ഓരോ എപ്പിസോഡും വളരെ അനുഭവത്തോടുകൂടെ ശ്രവിക്കുകയും കാണുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ സംസ്കൃത മഹാകാവ്യം PC ദേവസ്യ സാർ എഴുതിയ ക്രിസ്തു ഭാഗവതം എന്ന ഈ സംസ്കൃത മഹാകാവ്യം, ആ മഹാകാവ്യത്തെ വളരെ മനോഹരമായി സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ഡോക്ടർ നീലകണ്ഠൻ അവർക്കും ബഹുമാനപ്പെട്ട സണ്ണി അച്ഛനും പ്രത്യേകമായി അഭിനന്ദനം അർപ്പിക്കുകയാണ്. ശ്രോതാക്കൾ ഒരുപക്ഷെ ഇതിനെ വളരെ രസകരമായി മനസ്സിലാക്കുവാനും ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് അതിനെ കൊണ്ടുവരുവാനും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇത് സാധാരണ ഒരു പ്രോഗ്രാം പോലെയല്ല. ഇതിനകത്ത് സാഹിത്യമുണ്ട്, ഇതിനകത്ത് ധ്യാനമുണ്ട്, ഇതിനകത്ത് മനനമുണ്ട്. അങ്ങനെ വളരെ ധ്യാനാത്മകമായി, വളരെ മനോഹരമായി, വളരെ ലളിതമായി ഈ ക്രിസ്തു ഭാഗവത ചർച്ച മുന്നോട്ട് പോകുന്നു. അതിൻ്റെ 25ാം എപ്പിസോഡിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും വളരെയധികം സന്തോഷപ്രദമാണ്, അഭിമാനകരമാണ്. അതോടൊപ്പം തന്നെ ഈ ചർച്ച വളരെ മനോഹരമായി മുന്നോട്ട് പോകുന്നതിൽ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുകയാണ്. ഇത് മറ്റ് പ്രോഗ്രാമിനെ പോലെയല്ല. ഇതിനകത്ത് പല കാര്യങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ ഞാൻ കൂടുതലായി ഡോക്ടർ നീലകണ്ഠനെ അഭിനന്ദിക്കുന്നത് ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വന്നിട്ട് ക്രിസ്ത്യൻ തിയോളജിയെ മനസ്സിലാക്കുകയും സാഹിത്യ രൂപത്തിലുള്ള ഈ ക്രിസ്ത്യൻ തിയോളജിയെ, ദൈവശാസ്ത്രത്തെ മനസ്സിലാക്കുകയും വളരെ മനോഹരമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. തീർച്ചയായും ഇത് വളരെയധികം അഭിമാനാർഹമാണ്. ഒരു ഗവേഷണ വിദ്യാർത്ഥിയുടെ ജിജ്ഞാസ സാറിനുണ്ട്. അതുകൊണ്ടാണ് ഇപ്രകാരം മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ ദിവസങ്ങളിലെല്ലാം തന്നെ, ഈ എപ്പിസോഡുകളിലെല്ലാം തന്നെ ഞാൻ കണ്ട ഒരു കാര്യം, വളരെയധികം താല്പര്യം സാറ് കാണിക്കുന്നുണ്ട്. ഇത് ഇനിയും കൂടുതൽ എപ്പിസോഡിലേക്ക് പോകട്ടെ. അതോടൊപ്പം തന്നെ സാറിൻ്റെ കൂടെ സഹായിക്കുന്ന ബഹുമാനപ്പെട്ട സണ്ണി അച്ഛനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന് ആ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെയധികം ഗ്രഹിക്കാവുന്ന രീതിയിലുള്ള ലളിതമായ ഭാഷയിലേക്ക് അത് കൊണ്ടുവരുന്നു. അത് കൂടുതൽ മനോഹരമാകുന്നു. ഞങ്ങൾക്ക് അതിൻ്റെ ധ്യാനാത്മകമായ വശങ്ങൾ കൂടുതൽ ലഭിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സംസ്കൃത മഹാകാവ്യം വളരെ മനോഹരമായി, ഇമ്പകരമായ രീതിയിൽ നമ്മുടെ മുമ്പിൽ ആലപിച്ച കാവ്യ, ശീതൾ, അതുല്യ ഇന്ന് നമ്മളോട് കൂടെയുണ്ട്. അവരെ 3 പേരെയും ഈ അവസരത്തിൽ അഭിമാനപൂർവ്വം ഓർക്കുകയാണ്. അവരുടെ മനോഹരമായ
ആ പാരായണം അത് ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പമാർന്ന ഒന്നായിരുന്നു. ഇനിയും അതേ മാധുര്യത്തോടെ നിങ്ങൾ അത് ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. എല്ലാവിധ ഭാവങ്ങളും നിങ്ങൾക്ക് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അച്ഛൻ്റെ വാക്കുകൾക്ക് വളരെയധികം നന്ദി. എൻ്റെയും ഫന്നിയച്ഛൻ്റെയും അതുല്യയുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അച്ഛൻ്റെ ആശീർവാദം തുടർന്നും ഉണ്ടാകണം നമ്മുടെ ഈ സംരംഭത്തിന്. അച്ഛാ, ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പിന്നിട്ട നാൾ വഴികളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിക്കൊള്ളട്ടെ എന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം, ഈശോ കഴിഞ്ഞാൽ ഈ ദേവസ്യാ സാറിന് അചഞ്ചലമായ ഭക്തി ഉണ്ടായിരുന്നത് അച്ഛനും പറഞ്ഞിട്ടുണ്ട് മാതാവിനോടാണ്. അദ്ദേഹം തൻ്റെ ക്രിസ്തു ഭാഗവതം എന്ന മഹാകാവ്യം തന്നെ അദ്ദേഹം മാതാവിൻ്റെ കാൽക്കൽ സമർപ്പിക്കുകയാണ്. ഒരു സമർപ്പണ പദ്യം ചമച്ചുകൊണ്ട് അത് എഴുതി ചേർത്തുകൊണ്ട് ഈ മാതാവിൻ്റെ ഒരു ഹൃദയഹാരിയായ ഒരു ചിത്രം, മാതാവിൻ്റെ പരിപാവനതയെ ആലേഖനം ചെയ്യുന്ന ഒരു ചിത്രം അന്ന് അച്ഛനത് ഓർമ്മിക്കുകയുണ്ടായി. ഒട്ടേറെ പണിപ്പെട്ടാണ് സാറ് ആ ചിത്രം കണ്ടെത്തിയത് എന്ന്. തൻ്റെ മനസ്സിന് ഇണങ്ങുമാറ് ഒരു ചിത്രം അദ്ദേഹം കണ്ടെത്തി, മാതാവിൻ്റെ ചിത്രം. ആ ചിത്രം അതിൽ ഉൾപ്പെടുത്തുന്നു. എന്നിട്ട് അതിന് താഴെ അദ്ദേഹം ഒരു സമർപ്പണ പദ്യം എഴുതി ചേർക്കുകയാണ്. അത് ക്രിസ്തു ഭാഗവതത്തിലെ പദ്യമല്ല, പക്ഷേ താൻ ക്രിസ്തു ഭാഗവതം എന്ന കൃതി മാതാവിൻ്റെ കാൽക്കൽ സമർപ്പിക്കുന്നു എന്ന മനോഹരമായ വാക്കുകളിലൂടെ ഒരു പദ്യം ചമച്ച് അത് എഴുതി ചേർക്കുകയാണ്. നമ്മൾ ആദ്യം വായിക്കുന്ന പദ്യവും ഇത് തന്നെയാണ്, ആദ്യം വായിക്കുന്ന ശ്ലോകവും ഇത് തന്നെയാണ്. ഇത് വായിച്ചതിന് ശേഷമാണ് നമ്മൾ ക്രിസ്തു ഭാഗവതത്തിലെ 1-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഘടന. അതിന് വേറൊരു നല്ല വശം കൂടെയുണ്ട്. നമ്മൾ കാരണം സംസ്കൃതം വളരെ കട്ടിയാന്നാണ് ചിന്ത. പക്ഷെ അത് വായിച്ചു കഴിഞ്ഞാൽ എത്ര ലളിത പദങ്ങൾ കൊണ്ടിട്ട് മനോഹരമായ വളരെ തളാത്മകമായിട്ടാണ്. അപ്പോൾ സംസ്കൃതത്തെക്കുറിച്ച് ഒരു നല്ലൊരു സരളമായ ഭാഷയാണ്, മധുരമായ ഭാഷയാണെന്നുള്ള അഭിപ്രായം കൂടെ ഇത് വായിക്കുക, നമുക്ക് വായിക്കാൻ തോന്നും, നമുക്ക് തുടർന്ന് വായിക്കാൻ തോന്നും. തീർച്ചയായും നമുക്ക് ആ പദ്യം, നമുക്ക് ആ ശ്ലോകം നമുക്ക് അതുല്യ പാടിത്തരും. മർത്യ പാപഹരണായ ദേവി എന്നാരംഭിക്കുന്ന ഒരു ശ്ലോകമാണ്. അപ്പോൾ 25-ാമത്തെ എപ്പിസോഡിൽ നമുക്ക് ആ ശ്ലോകം പറഞ്ഞുകൊണ്ട് നമുക്ക് ഐശ്വര്യമായി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. മർത്യപാപഹരണായ ദേവി ഭുവി ജാതമാഹുതകളേബരം ത്വത്തനൂജമവലംബ്യ സൂജിത പുരാണ ഭാരത കഥാന്വിതം സംസ്കൃതേന ഗുരുഭക്തിപൂരിതധിയാ മയാ കൃതമിദം നവം ക്രിസ്തു ഭാഗവതമർപ്പയാമി മരിയാംബികേ തവ പദാന്തികേ.
അതെ അച്ഛാ, ഈ സംരംഭത്തിന് നമ്മൾ നൽകിയൊരു പേരിടലുണ്ടല്ലോ, അതിനെക്കുറിച്ച് കുറഞ്ഞൊന്ന് പറയട്ടെ. അപ്പോൾ ക്രിസ്തു ഭാഗവത ചർച്ച എന്നത് പൊതുവായ പേരാണ്. സംരംഭത്തിന് ഒരു പേര് വേണമല്ലോ. അപ്പോൾ ദേവസ്യ സാറിൻ്റെ ഈ സംരംഭ ഉദ്ദേശ്യം എന്താണ്? നമ്മൾ ഒട്ടേറെ ചർച്ച ചെയ്ത കാര്യമാണ്. ഈ ഭിന്ന സംസ്കാര സമന്വയമാണല്ലോ. അപ്പോൾ അത് ദ്യോതിപ്പിക്കുന്ന ഒരു പേര് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുകയും അതനുസരിച്ച് നമുക്ക് ഒരു പേര് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ തോന്നി. അത് ഭർഗോ ദേവസ്യ ധീമഹി. അതിന് ആസ്പദമായ ഒരു കഥയുമുണ്ട്. നമ്മളത് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ആദ്യ എപ്പിസോഡിൽ വിവരിച്ച കഥയാണ്, നമ്മളത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇവിടെ അത് കുട്ടിക്കാലത്ത് സംസ്കൃത ഭാഷയുമായി ഉണ്ണി ദേവസ്യയ്ക്ക് ഒരു ചാർച്ചയുണ്ടാക്കി കൊടുത്ത ഒരു പ്രസിദ്ധമായ കഥയുണ്ടല്ലോ. അതുവഴിയാണ് നമുക്ക് ആ പേരും കിട്ടിയത്. അപ്പോൾ ഭർഗോ ദേവസ്യ ധീമഹി എന്ന പേര് നമ്മൾ ദേവസ്യ എന്നത് ഇൻവേർട്ടഡ് കോമാസിൽ കൊടുക്കും. അപ്പോൾ ഒരു കൗതുകവശാൽ തോന്നിയ ഒരു പേരാണ് നമ്മൾ നമ്മുടെ സംരംഭത്തിന് നൽകിയത്. പക്ഷേ അതിനെക്കുറിച്ച് പിന്നീട് ചിന്തിച്ചപ്പോൾ അച്ഛനറിയാമല്ലോ, നമുക്ക് ഒട്ടേറെ സംഗതികൾ നമുക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഈ പേരിന് ഒട്ടേറെ സാർത്ഥകതയുണ്ട്. ഈ പേര് ഒന്നിലേറെ വിധത്തിൽ നമ്മുടെ സംരംഭത്തെ നേരിട്ട് ദ്യോതിപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അതിൽ ഒരു ആശയം പറഞ്ഞാൽ, ഈ ഭർഗോ ദേവസ്യ ധീമഹി, ധീമഹി എന്ന വാക്കാണല്ലോ ക്രിയാപദം, അത് ധ്യാനിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ കർത്താവ് ഞങ്ങൾ എന്നാണ്, വയം ആണ്. അപ്പോൾ എന്തിനെ ധ്യാനിക്കുന്നു എന്ന ചോദ്യമാണ്. ഭർഗസ്യനെ എന്നാണ് ഉത്തരം. അപ്പോൾ ഭർഗസ് എന്ന് വെച്ചാൽ തേജസ് എന്നർത്ഥമാണ്. അപ്പോൾ ഞങ്ങൾ ഭർഗസിനെ ധ്യാനിക്കുന്നു. ആരുടെ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ദേവസ്യ. പക്ഷെ ദേവസ്യ എന്ന വാക്ക് ഉണ്ണി ദേവസ്യ കരുതിയത് തൻ്റെ പേരിനെ കുറിക്കുന്നുവെന്നാണല്ലോ. അതുകൊണ്ട് ദേവസ്യ എന്ന പദത്തിന് നമുക്കിവിടെ ദേവസ്യയുടെ എന്നർത്ഥം എടുത്താൽ ദേവസ്യയുടെ ഭർഗസിനെ, തേജസ്സിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. അപ്പോൾ ദേവസ്യയുടെ തേജസ് എന്താണ്? ക്രിസ്തു ഭാഗവതമല്ലാതെ. അപ്പോൾ ക്രിസ്തു ഭാഗവതത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ധ്യാനിക്കുക, മുഴുകുക എന്നർത്ഥമാണ്. അപ്പോൾ ദേവസ്യ സാറിൻ്റെ തേജസ്സായ ക്രിസ്തു ഭാഗവതത്തിൽ ഞങ്ങൾ മുഴുകുന്നു എന്നർത്ഥം വരുമ്പോൾ എത്രമാത്രമാണ് നമ്മുടെ സംരംഭത്തിന് ഒരു കൗതുകവശാൽ നമ്മൾക്ക് തോന്നിയ ഒരു കഥയെ ആസ്പദമാക്കി നമ്മൾ തിരഞ്ഞെടുത്ത ഈ പേര് എത്രത്തോളം അന്വർത്ഥമായി എന്ന് നമ്മൾ തന്നെ ആശ്ചര്യപ്പെട്ടുവല്ലോ. ഒരു അർത്ഥം കൂടി അന്ന് അച്ഛൻ പറഞ്ഞു, അച്ഛന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ദേവസ്യ എന്നത് ദേവൻ്റെ എന്നർത്ഥത്തിൽ അത് ക്രിസ്തുദേവൻ്റെ എന്നും അർത്ഥമെടുക്കാം. അപ്പോൾ ഭർഗഃ ദേവസ്യ ധീമഹി എന്ന് പറയുമ്പോൾ ക്രിസ്തുദേവൻ്റെ, യേശുദേവൻ്റെ തേജസ്സിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ കുറെ കൂടി വിശാലമായ അർത്ഥത്തിൽ അതും യോജിക്കും. അവിടെ ധ്യാനിപ്പിക്കുന്നയാൾ ദേവസ്യ സാറുമാണ്. ധ്യാനിക്കുന്നവർ നമ്മളാണെങ്കിൽ, മുഴുകുന്നവർ നമ്മളാണെങ്കിൽ ആ മുഴുകലിന് ഇടയാക്കിയ ആൾ ദേവസ്യ സാറുമാണ്. ഒരു ആശയം കൂടി തോന്നുന്നത്, അന്ന് തോന്നാത്തൊരാശയം കൂടി തോന്നുന്നത് ഈ ധ്യാനപദത്തെക്കുറിച്ചാണ്. ആ ധ്യാനപദം കൂടി അന്വർത്ഥമാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഡിവൈൻ ധ്യാന കേന്ദ്രം എന്ന ഒരു സ്ഥാപനത്തിലാണ്. നമ്മുടെ ഗുഡ്നസ് TV പ്രവർത്തിക്കുന്നത് ഡിവൈൻ ധ്യാന കേന്ദ്രം എന്ന സ്ഥാപനത്തിലാണല്ലോ. അപ്പോൾ ഈ ധ്യാനപദം അങ്ങനെയും അന്വർത്ഥമായി. അപ്പോൾ എന്തുകൊണ്ടും ഒരു കൗതുകവശാൽ നമ്മൾ തിരഞ്ഞെടുത്ത ഒരു പേര് ഇത്രയും സാർത്ഥകമായി വന്നതുകൊണ്ട് അത് നമ്മെ കൊണ്ട് തിരഞ്ഞെടുപ്പിച്ചതാകുമോ എന്നാണ് തോന്നുന്നത്. അത്രത്തോളം നമ്മെ തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഈ പേരിൻ്റെ ഒരു പിന്നിലെ സാങ്കത്യം. അപ്പോൾ ഇവിടെ നമുക്ക് മെല്ലെ ഈ കൃതിയിലെ സവിശേഷമായ ശ്ലോകങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ, ഒരിക്കലച്ചാൽ നമുക്ക് ഇവിടെ ഈ ഭിന്നസംസ്കാര സമന്വയമാണ് സാറിൻ്റെ ഈ കൃതിയുടെ തന്നെ ലക്ഷ്യമായി സാറ് കരുതുന്നത്. അതുകൊണ്ട് അതിലേക്കൊന്ന് വന്നാൽ, ഒരിക്കൽ തമസാ നദിയിൽ തൻ്റെ ശിഷ്യനൊത്ത് മാധ്യന്തന സ്നാനം നടത്തുന്ന വാൽമീകി മഹർഷി അങ്ങ് അകലത്തല്ലാത്തൊരു മരത്തിൻ്റെ പൊത്തിൽ അരങ്ങേറിയ ഏതോ ക്രൗഞ്ച മിഥുനങ്ങളുടെ സല്ലാപം കണ്ട് ആസ്വദിക്കവേ ഓർക്കാപ്പുറത്തൊരു വേടനെയ്ത അമ്പു തറച്ചതിലെ ഒരു പക്ഷി നിലം പതിക്കുകയും അത് കണ്ട് മറ്റേ പക്ഷി കരയുകയും ചെയ്യുമ്പോൾ ആ ഒരു കരച്ചിൽ ആ ഋഷിയിൽ ഉളവാക്കിയ കോപശോകങ്ങളുണ്ടല്ലോ അവ കാലാതിവർത്തിയായ ഒരു ഇതിഹാസ കാവ്യം എഴുതാൻ പോകുന്ന ഒരു കവിയെ ജനിപ്പിച്ചതപ്രകാരമോ? കവി പറയുകയാണിത്. ഒരു കവിയെ ജനിപ്പിച്ചതപ്രകാരമോ? അപ്രകാരം അജാത്മജന്റെ ആത്മബലിയുടെ അനുസ്മൃതി, അജാത്മജസ്യ ആത്മബലേഹെ അനുസ്മൃതി എന്നാണ് അത് എടുത്തു പറയുന്നത്. അത് സുമനസ്സായ തന്നെയും കാലാതിവർത്തിയായ ഒരു കാവ്യം എഴുതാൻ കെൽപ്പുള്ള ഒരു കവിയാക്കി തീർക്കുമെന്ന ഒട്ടുമേ അസ്ഥാനത്താകാത്ത പ്രതീക്ഷയുടെ അസ്ഥിവാരത്തിൽ പടുത്തുയർത്തിയ ഒരു ഉത്കൃഷ്ടമായ കാവ്യമാണ് ക്രിസ്തു ഭാഗവതം എന്നു കാണാം. ഇതിനെ ആസ്പദമാക്കിയ ഒരു മനോഹരമായൊരു പദ്യമുണ്ട്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകങ്ങളിൽ ഒരു ശ്ലോകമാണത്. അത് നമുക്കായിട്ട്
അതുല്യ പാടിത്തരും. ദ്രുമസ്ഥിത ക്രൗഞ്ച നിഷൂദന വ്യഥാ വ്യഥാത് പുരാ വ്യാധമുനിം മഹാകവിം അജാത്മജസ്യാത്മബലേരനുസ്മൃതിഃ സുചേതസം കം ന കവിം കരിഷ്യതി. അച്ഛാ, പി സി ദേവസ്യ സാറ് ക്രിസ്തു ഭാഗവതത്തിലെ 1-ാമത്തെ സർഗത്തിൽ ജോസഫിനെ പരിചയപ്പെടുത്തുന്ന വേളയിൽ അസ്ഥാനത്താണ് എന്നുപോലും തോന്നിയേക്കാവുന്ന ഒരു ശ്ലോകം നിബന്ധിച്ചിട്ടുണ്ട്. കിമൂഹിതാസീത് എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകം. നമുക്ക് ആ ശ്ലോകം ആദ്യം ഒന്ന് കേട്ടേച്ച് നമുക്കതിലേക്കൊന്ന് വരാം. കിമൂഹിതാസീത് ഭവതാ മഹാമുനേ നിഹന്യമാനേ നിജമുദ്ഗരൈർദ്രുമേ സ്വധർമ്മസൂനോർ മൃദുവിഗ്രഹേ ഭട പ്രയുക്ത ഘോരാഹതി സംഹതിസ്തതഃ. അച്ഛാ, ഇത് നമ്മുടെ ക്രിസ്തു ഭാഗവതത്തിലെ 1-ാമത്തെ സർഗത്തിലെ 7-ാമത്തെ ശ്ലോകമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്ന് വിശദീകരിച്ചേക്കാം. അസ്ഥാനത്താണ് എന്ന് പോലും വായനക്കാരന് തോന്നിയേക്കാവുന്ന ഒരു ശ്ലോകമാണ്. മഹാമുനെ എന്നാണ് സംബോധന ചെയ്യുന്നത്. അത് ദേവസ്യ സാർ കവി ജോസഫിനോട് പറയുന്നതായിട്ടാണ് ഈ ശ്ലോകം ഇവിടെ അദ്ദേഹം നിബന്ധിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, എന്താണ് മഹാമുനെ ഭവത ദ്രുമേ നിജമുദ്ഗരൈഹി നിഹന്യമാനെ, അങ്ങ് മരത്തടിയിന്മേൽ കൊട്ടുവടി കൊണ്ടടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ഊഹിച്ചു കാണുമോ എന്ന്. കിം ഊഹിതാസീത്, എന്ത് സ്വധർമ്മസൂനോഹോ മൃദു വിഗ്രഹേ, പിൽക്കാലത്ത് തൻ്റെ ധർമ്മപുത്രൻ്റെ മൃദുല ശരീരത്തിന്മേൽ ഭടപ്രയുക്ത ഘോരാഹതി സംഹതി എന്ന്, ഭടന്മാർ ഏൽപ്പിക്കാനിരിക്കുന്ന ഘോരമായ അനേകം പ്രഹരങ്ങളുടെ കഥ അങ്ങ് ഊഹിച്ചു കാണുമോ എന്ന്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ ഇത് ഒരു അശുഭ സൂചകമായിട്ട് പോലും ഈ വായനക്കാരന് തോന്നിപ്പോകുമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ കിഴക്കൻ ദിക്കുകളിൽ നിന്ന് വന്ന വർത്തകന്മാരുടെ പ്രശംസയ്ക്ക് പാത്രമാകുമാറ് വിളങ്ങിയ യോസേപ്പ് പിതാവിൻ്റെ ശില്പകലാ പാഠവത്തെക്കുറിച്ചാണ് കവി വർണ്ണിച്ചു വരുന്നത്. അത് അത്തരമൊരു പദ്യം മുമ്പിലും പിന്നെ യോസേപ്പ് പിതാവിൻ്റെ ആതിഥ്യ മഹിമാവിനെ കുറിച്ച് വിവരിക്കുന്ന പദ്യം പിമ്പിലും വിളങ്ങവേ ഇടയ്ക്ക് കയറി വന്ന ഈ പദ്യം ഒരു അശുഭ സൂചകമല്ലേ എന്നാർക്കും തോന്നിപ്പോകുമല്ലോ. അപ്പോൾ അതിന് നമ്മളൊരു പരിഹാരം കണ്ടെത്തി അച്ഛന് ഓർമ്മയുണ്ടാകും, പ്രേക്ഷകർക്കും ഓർമ്മയുണ്ടാകും. ദ റേവൻ ബലിക്കാക്ക എന്നൊരു പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്. എഡ്ഗർ അലൻ പോ എന്നൊരു പ്രസിദ്ധനായ ഒരു അമേരിക്കൻ കവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ധരണി നമ്മൾക്ക് ഓർമ്മ വരും ഈ അവസരത്തിൽ. അദ്ദേഹം പറയും, എവരി പോയം ഷുഡ് റിമൈൻഡ് ദ റീഡർ ദാറ്റ് ദേ ആർ ഗോയിങ് ടു ഡൈ എന്ന്. ഓരോ കവിതയും വായനക്കാരനെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് അയാൾ മരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഉദ്ധരണി നമ്മൾ എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ ഈ പദ്യത്തെ ഈ ശ്ലോകത്തെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായും ബോധ്യപ്പെടും അസ്ഥാനത്തല്ല, അത് തൽസ്ഥാനത്തു തന്നെയാണ് എന്ന്. അങ്ങനെ വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് പറയാം ഒരു സിൽവർ ജൂബിലി എപ്പിസോഡാണ്. 25ാമത്തെ ആനിവേഴ്സറിക്കാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. നമുക്കത് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു സിൽവർ ജൂബിലി എപ്പിസോഡാണ്, ഒരു രജത ജൂബിലി എപ്പിസോഡാണ്, 25ാമത്തെ എപ്പിസോഡാണ്. അതിൻ്റെ സമാപ്തിയിലെത്തിക്കാമെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. ഗുഡ്നസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പിലൂടെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 9074576022.